സാർ, ഇത് ഹേമലത ടീച്ചറുടെ അവറാണ്. അറിയാം. ഞാൻ എൻ്റെ ലാസ്റ്റ് അവർ ഹേമലത ടീച്ചറുമായി വെച്ചുമാറി. ഇന്നാണ് ഫൈനൽ ഇയർ BA ഇംഗ്ലീഷും ഫൈനൽ BCom തമ്മിലുള്ള ക്രിക്കറ്റ് മാച്ച്. ശരിയാ, സാറില്ലാതെ ആര് ബോൾ വെറുക്കും? സൈലൻസ്. ഞാൻ ഹോസ്റ്റലല്ലേ, എടുത്തോളാം. ലെറ്റ്സ് സ്റ്റാർട്ട്. റോമിയോ ആൻഡ് ജൂലിയറ്റ് ആക്ട് 2. സ്റ്റുഡൻസ് പ്ലീസ് ലിസൺ ആൻ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്. ഞാൻ അരവിന്ദൻ. ഞാൻ ഹംസ. ഞാൻ ക്ലീറ്റസ്. ഞാൻ പ്രേമാനന്ദൻ. ഞാൻ നാരായണൻകുട്ടി. സാറിന്റെ വാനരപ്പടയാണല്ലോ. ഞങ്ങളുടെ പുതുതായി ജോയിൻ ചെയ്ത ഞങ്ങളുടെ അപ്ഡേറ്റ് ചെയ്തത് അതൊന്നും വലിയ തെറ്റാണ്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അവനോട് മാപ്പ് പറയാനല്ലേ ഞാൻ പറഞ്ഞോളൂ. അതിന് ഞങ്ങളൊരു എതിർവാക്ക് കൂടി പറയാൻ പാടില്ലായിരുന്നു അപ്പേട്ട. എന്താടാ ഇത്? രാജൻ സാർ പറഞ്ഞു ഇവിടെ വരാൻ. ഞങ്ങളുടെ സാറിനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചേ. അത് ശരി, ഓന്റെ പനിയും വേറെ ഇനി മാറിയില്ലേ? പ്രശാന്ത്, ഹോസ്റ്റലിലെ ചില്ലറ പിണക്കങ്ങളും വഴക്കുകളും ഒക്കെ തീർക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയാണ്. ഇത്തവണ തനിക്കാണല്ലോ പിണക്കം. ഇതാ ഈ നിമിഷം ഇവിടെ വെച്ച് എല്ലാ പിണക്കങ്ങളും അവസാനിക്കുന്നു. ലെറ്റ് us be friends, okay? എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് ഫുഡ് റെഡി. താൻ പേടിക്കണ്ട. ഇവിടെ ഭക്ഷണവും ഗോപാലേട്ടന്റെ പാട്ടും ഇവരുടെ കൂട്ടുപാട്ടും മാത്രമേ ഉള്ളൂ. ഈ വർഷം ഇവരൊക്കെ പോവില്ലേ? അടുത്ത വർഷം നിങ്ങൾ വേണം ഇതൊക്കെ കണ്ടിന്യൂ ചെയ്യാൻ. ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന ആരും കരുതണ്ട. കോഴ്സ് കഴിഞ്ഞാൽ ഒരുമിച്ചൊരു ബിസിനസ്, അതും ഈ പരിസരത്ത് എവിടെയെങ്കിലും. അപ്പൊ പിന്നെ ഈ കോളേജും ഹോസ്റ്റലൊന്നും മിസ് ചെയ്യില്ലല്ലോ. അതെ. ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരിക്കലും നടക്കാത്ത സുന്ദര സ്വപ്നമെന്ന്. എനിക്ക് അതുപോലെ തോന്നുന്നത്. നിങ്ങൾ തുടങ്ങിക്കോ. ഞാൻ ഈ ക്യാമ്പസ് ഒക്കെ ഒന്ന് നടന്ന് കാണട്ടെ. നിലാവിൽ പാതി വെളിച്ചത്തിൽ ഈ ക്യാമ്പസ് ചുറ്റി നടക്കുന്നത് ഒരു സുഖമാണ്. ചർച്ച കഴിഞ്ഞാൽ നേരെ ഹോസ്റ്റലിലോട്ട് പോയിക്കോണം. ഞാൻ ചിലപ്പോ വൈകിയേ വരൂ, ഒരു കണ്ണ് വേണം. ഈ കോളേജ് വിട്ടുപോകാൻ മടിയുള്ള കുട്ടിയെ പോലെയാ ഈ രാജൻ മാഷ്. ആ ചേമ്പറടി അല്ല മാഷേ, ആ ഇന്നേക്ക് കൊറേ ആയല്ലോ ഈ പതിവ് നടത്തം നിർത്തിയിട്ട്. ആ, എല്ലാ ദിവസവും നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ രാത്രികളിലും ഇതുവഴി നടക്കണമെന്ന് മോഹിക്കാറുണ്ട്. അപ്പോ ഒന്നിച്ചിരുന്ന് പഠിച്ചവരെ പഠിപ്പിച്ചവരെ ഒക്കെ ഓർമ്മ വരും. പലരും ഇപ്പോ എവിടെയാണെന്ന് പോലും അറിയില്ല. അന്നത്തെ കളിയും ചിരിയും കുഞ്ഞു വഴക്കുകളും ഒക്കെ ഓർക്കുമ്പോ ചിരി മാത്രമല്ല കരച്ചിലും വരും. ഭാർഗവ, ഈ കോളേജ് കെട്ടിടം പോലെ ഞാനും. മഴയും വെയിലും വരുന്നു, കാലം മാറുന്നു, ഈ കെട്ടിടം ഒക്കെ കാണുന്നു. ഞാനും അതുപോലൊരു സാക്ഷിയാണ്. കഴിഞ്ഞ കൊല്ലത്തെ പ്രശ്നം കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ പഠിക്കുന്നേ? ഇന്നും പ്രശ്നം ഉണ്ടായല്ലോ. എപ്പോ? ഇന്ന് ക്യാൻറ്റീനിൽ ഇരുന്നപ്പം അപ്പേട്ടനും നമ്മളും അടിച്ചു പിരിഞ്ചാച്ചൂന്ന് നേരെ ചോദിച്ചില്ലേ? അതിന് അവൻ തല്ലി. അല്ല, നീരജനെയോ? അവന്റെ കൂടെയുള്ള അലക്സിനെ. അയ്യോ, അപ്പൊ ഇവന്മാരെ ഇടിക്കൊണ്ടോണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോവും. എന്താണത്? എന്താടാ രാത്രി വണ്ടി ഓടിച്ച് കളിക്കല്ലേ? കഴിഞ്ഞു. അവരൊരു അബദ്ധം പറ്റിയതാ. ഞങ്ങൾ മാപ്പ് വരാൻ തയ്യാറാ. അതാണല്ലോ നിന്റെ ഇപ്പോഴത്തെ പ്രധാന പരിപാടി. നിങ്ങൾ വെക്കാളി വൈകുന്നേരം കാണാൻ ചെല്ലേ. ഇത് ഇച്ചിരി കടന്ന കൈയായി പോയി. ശരി, അവന്മാരെ പറഞ്ഞു വിട്ടിട്ട് എന്റെ പിള്ളേരെ. ആ പോയത് തന്റെ നല്ല മേൽവിലാസമുള്ള വീട്ടിലെ പിള്ളേര്, അല്ലാതെ ഇതുപോലെ കണ്ട അടച്ചാതി അലവിലാദികളല്ല. ഇവരെന്ത് ചെയ്തെന്നാ നിങ്ങൾക്ക് കേൾക്കണോ? ഒരിക്കൽ കോളേജിന്റെ മുമ്പ് വെച്ച് ഞാൻ 1-2 പെമ്പിള്ളേരെ അടുത്ത് കുറച്ച് വർത്താനം പറഞ്ഞതിനും യൗമാരന്റെ മുഖത്ത് നോക്കി കൂയി. ലേഡീസ് ഹോസ്റ്റലിന്റെ മുമ്പ് വണ്ടി പാർക്ക് ചെയ്തതിനും വണ്ടിയുടെ കാറ്റഴിച്ചു വിട്ടിരിക്കണ്.
അന്ന് മുതൽ കലിപ്പുകൾ തീർക്കാൻ ഞാൻ നോക്കിയിരിക്കുകയാണ് നിന്നെയൊക്കെ. ഇതൊന്നും ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഈ കാണിച്ചതിനുള്ള ന്യായീകരണമല്ല. പിന്നെ എന്റെ കുട്ടികൾക്ക് മേൽവിലാസമില്ലെന്ന് പറയരുത്. നിങ്ങൾക്കറിയില്ല അവരെ. നീ പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് എന്നെ ലൈൻ മറയും പഠിപ്പിക്കണടാ. നിങ്ങൾ ഈ പിള്ളേരെ തോന്നിയ കൂട്ടിക്കാൻ വന്നേ. സാർ, എന്താ പ്രശ്നം? ഇത് കുറച്ച് ക്രിമി പിള്ളേര് സാർ. കുറച്ചാൾ ഒളിവി കിടക്കായിരുന്നു അവന്മാര്. ആ ഫ്ലാറ്റ് റോബറിയുടെ എഫ്ഐആർ ഒന്ന് എടുക്ക്. ഇപ്പൊ എടുക്കാം. അപ്പേട്ടാ, അപ്പേട്ടാ എന്നെ മനസ്സിലായില്ലേ? ഞാൻ 2005 ലിറ്ററേച്ചർ ബാച്ചിലെ ഷാജൻ സി മാത്യു. ഞാനിപ്പോ ഇവിടുത്തെ ASP യാ. സത്യം പറയാലോ ഷാജൻ, എനിക്ക് ആദ്യം മനസ്സിലായില്ല. എനിക്ക് അപ്പേട്ടനെ മറക്കാൻ പറ്റൂ? ആകാശത്തോളം സ്വപ്നം കാണണം, എന്നാലേ കുന്നോളെങ്കിലും കിട്ടൂ. ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കരുത്, ജീവിതം പരിശ്രമത്തിന് മാത്രം വിട്ടുകൊടുക്കുക. അപ്പേട്ടന്റെ വാക്കുകളാ ഒട്ടും ആത്മവിശ്വാസം ഇല്ലാതിരുന്ന ഒരു അരപ്പട്ടിണിക്കാരന്റെ ജീവിതം മാറ്റിയ വാക്കുകൾ. മോഹിച്ചു, പരിശ്രമിച്ചു, നേടി. IPS കിട്ടിയപ്പോ ആദ്യം എഴുതിയത് അപ്പേട്ടനാ. കത്ത് കിട്ടിയിരുന്നു. ഒരു ദിവസം പോലും ഓർക്കാതിരുന്നിട്ടില്ല ഞാൻ. എനിക്കും മറക്കാൻ പറ്റില്ല. യു വേർ എ ഗുഡ് സ്റ്റുഡന്റ്. ഞങ്ങളെല്ലാം അപ്പേട്ടനെ അപ്പേട്ടാന്ന് വിളിച്ചത് നെഞ്ചി തട്ടിയായിരുന്നു. ഇന്നലെ ഇവിടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഞാൻ കോളേജിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടു, അപ്പേട്ടനെന്താ ഇവിടെ? എന്റെ പിള്ളേരാ ഇവരെ. ഇയാൾ ഇറക്കി വിടവരെ. അയ്യോ അല്ല സാർ, യവന്മാര് താനിവരെ കൈവച്ചതിനെ ചാർജ് ചെയ്യണോ ഞാൻ? സാറ് കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ പരിക്ക് ഒഴിവാക്കായിരുന്നു. പോട്ടെ പോട്ടെ, വാ വാ. താങ്ക് യു വെരി മച്ച്. ബി എ ബ്രേവ് ഓഫീസർ. ഐ എം പ്രൗഡ് ഓഫ് യു. വരട്ടെ സാജൻ. കാണണം, മാപ്പ് പറയണം. ഹോസ്റ്റലിൽ കയറ്റില്ല അത്ര. അപ്പേട്ടൻ പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. മാപ്പ്, എല്ലാത്തിനും മാപ്പ്. Oh!